Good morning, children. So, hope you all are fine, doing good. And last class we were discussing about some of the sports tournament, isn't it? And I think everybody have completed that portion. And after that, in that case, we have discussed about the basketball, which is game which we promote in our school. And I think you all have seen that our students from plus 2 and plus 1, then 10, then some of the basketball students, they scored a good championship from Alapura last class, and I think everybody have seen that photos, അല്ലേ? നമ്മുടെ പത്രത്തിലൊക്കെ വന്നായിരുന്നു ജ്യോതി നികേതൻ ജേതാക്കളായി എന്നൊക്കെ പറഞ്ഞു, അല്ലേ? സോ ഇറ്റ് ഇസ് എന്താണ് ഒരു നല്ല കിരീടം, അല്ലേ? നമുക്ക് നമ്മുടെ സ്കൂളിനെ കുറിച്ച് അഭിമാനിക്കാൻ പറ്റിയ നിമിഷങ്ങളാണ് അതൊക്കെ. So now we will discuss about, and it's very congrats to the students who played for this, and our one and only one, our dad Sensar, and what about them? So they all have a great job for making a basketball tournament, isn't it? So now we will be discussing about the chapter 26, chapter of lesson 26. Lesson 26 is about forms of government. We know that there are different kind of government which is followed in different countries, and they have special peculiarities and special type of governing powers in that country. So in this lesson, the given first form is that write the correct form of the government against each description below. So there are some description given, and we have to say which type of government is followed over there. First one, it is a king, queen, emperor or empress governs the country. The king അല്ലെങ്കിൽ ഒരു ക്യൂൻ അല്ലെങ്കിൽ എംപറർ, ബ്രിട്ടനിലെ രാജകുമാരി എന്നൊക്കെ നല്ല നമ്മൾ കേട്ടിരിക്കുന്നത്, എലിസബത്ത് രാജകുമാരി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കിങ്ങും ക്യൂനും എംപററും എംപ്രസും ഒക്കെ ആയിട്ട് ഭരിക്കുന്ന ചക്രവർത്തികളൊക്കെ ആയിട്ട് ഭരിക്കുന്ന country, that is known as monarchical government, like we can say just monarchy. That government is known as monarchy. Then second one, a government is elected by the people. Every citizen above a certain age votes. The representatives who gets the majority of votes is elected. Government is elected by ഇവിടെ ഗവൺമെന്റിനെ ഇലക്ട് ചെയ്യുന്നത് പീപ്പിൾ ആണ്, അല്ലേ? നമ്മളൊക്കെ എവറി സിറ്റിസൺ അബോവ് എ സർട്ടൻ ഏജിനും ലിമിറ്റിന് മുകളിലുള്ളവർക്ക്, നമ്മുടെ ഇവിടെ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റില്ല, കുട്ടികൾക്കൊന്നും വോട്ട് ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? 18 ഇയേഴ്സിന് മുകളിലോട്ടുള്ളവർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഹു ഗെറ്റ്സ് ദ മെജോറിറ്റി, ഇവിടെ വോട്ടിൽ ഏറ്റവും ആർക്കാണോ മെജോറിറ്റി കിട്ടുന്ന ദേ ഷുഡ് ബി ഇലക്റ്റഡ്. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് ഗവൺമെൻറ് ഈസ് നോൺ ആസ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്, ഓർ simply we can say democracy. This government policy is known as democracy. Then third one, a single person holds all the power and does not allow any opposition. ഒരു സിംഗിൾ പേഴ്സൺ ആണ്, അല്ലേ? ക്യാപിറ്റലിസ്റ്റ് കൺട്രി അല്ലെങ്കിൽ അതിനെ വിളിക്കുന്നത് ഡിക്റ്റേറ്റർഷിപ്പ് ഗവൺമെൻറ് എന്ന് വിളിക്കും, അല്ലേ? ആ സിംഗിൾ പേഴ്സൺ ആണ് മൊത്തം പവർ, ആൻഡ് അതേഴ്സ് ഡോണ്ട് ഹാവ് എനി, പുള്ളിയുടെ ഡിസിഷനാണ് മൊത്തം അവിടെ പ്രാബല്യത്തിൽ വരുത്തുന്നത്. Okay, then fourth one is a military or political group that rules their country after taking power by force. അപ്പോൾ ഒരാളിൽ നിന്ന് കീഴ്പ്പെടുത്തിക്കൊണ്ട് ഒരു മിലിറ്ററി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഗ്രൂപ്പ് അവരുടെ സ്ഥാനം ഏറ്റെടുക്കുകയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ഗവൺമെൻറ് ഇസ് നോൺ ആസ് ജുണ്ട ഗവൺമെൻറ്. ദാറ്റ് ഈസ് നോൺ ആസ് ജുണ്ട. Then fifth one, a government in which supreme power is held by the people and their elected representatives follows a constitution. അപ്പോൾ ഗവൺമെൻറ് ആണ് സുപ്രീം പവർ, അവർ തന്നെ ഈസ് ഹെൽഡ് ബൈ ദ പീപ്പിൾ, ആൻഡ് അവിടെ ആൾക്കാരിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തിട്ട് ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാകുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുന്നു, അല്ലേ? ഭരണാധികാരം ഫോം ചെയ്യുന്നു. ദാറ്റ് ടൈപ്പ് ഓഫ് ഗവൺമെൻറ് ഈസ് നോൺ ആസ് റിപ്പബ്ലിക്കൻ ഗവൺമെൻറ്, അല്ലേ? സോ ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് വരുന്നത് നമ്മുടെ അമേരിക്കയിലൊക്കെ, അല്ലേ? എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഗവേൺസ് ദ കൺട്രി. ഇനി ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മാത്രം ഭരിക്കുന്ന കൺട്രി, ദാറ്റ് ഈസ് നോൺ ആസ്
oligarchy. That type of government is known as oligarchy. Then seventh one, a political territory that is ruled by a dynastic Arabic or Islamic monarch styled emir or sultan. അപ്പോൾ സുൽത്താൻ എമിറേറ്റ്സ് അല്ലേ, നമ്മുടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അതുപോലെ അറബിയൻ കൺട്രീസിലൊക്കെ സുൽത്താനേറ്റും അല്ലെങ്കിൽ എമിറേറ്റ്സ് ഒക്കെയാണ് അവിടെ ഭരിക്കുന്നത്. എമിർ അല്ലെങ്കിൽ സുൽത്താൻ എന്ന് പറയും. അങ്ങനെ ഒരു ഡൈനാസ്റ്റിക് അറബിക് അല്ലെങ്കിൽ ഇസ്ലാമിക് മൊണാർക്കി വരുന്നതിനെയാണ് എന്ത് പറയുന്നത്, എമിറേറ്റ്സ് അല്ലെങ്കിൽ സുൽത്താനേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ദെൻ എയ്ത്ത് വൺ, എ സ്റ്റേറ്റ് ഓഫ് ഡിസോർഡർ ഡ്യൂ ടു ദ ആബ്സെൻസ് ഓർ നോൺ റെക്കഗ്നീഷൻ ഓഫ് ഗവൺമെൻറ്. അപ്പോൾ ഒരു ആബ്സെൻസ്, ഒരു ഗവൺമെൻറ്റിൻ്റെ ആബ്സെൻസ് ഉണ്ടാകുന്ന ഭാഗത്ത് ഒരു അതർ കൺട്രോളിങ് സിസ്റ്റം അങ്ങനെ ഉള്ളപ്പോൾ ഒരു ഗവൺമെൻറ്റിന് വരും അതിന് പകരം നിൽക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആ സ്റ്റേറ്റ് ഓഫ് ഡിസോർഡർ, ആ ഡിസോർഡറിനെയാണ് എന്ത് വിളിക്കുന്നത്, അനാർക്കി ഗവൺമെൻറ് എന്ന് വിളിക്കുന്നത്. ഡിസോർഡർ അവിടെ സംഭവിക്കുമ്പോൾ നെയിം ഈസ് അനാർക്കി. So these are the several governments which are explained in this chapter. We know that some of them, that is monarchical government, that is emperor, empress, king, queen, then democratic, that is from the people, and a single governed person holds, that is dictatorship, then a political military group held by force, and that is junta. Then government is the supreme power and held by the people to elect its representatives, that is republic. Small group of people ആണെങ്കിൽ oligarchy. The political territory ruled by Arabic or Islamic monarchy, that is known as emirates or sultanate. And the state of order, which is an absence or non-recognition of government, that type of government is known as anarchy government. Okay, now we will be discussing about the match the following. Match the country with the type of government. First one, it is India. You know that it is democratic government, so answer will be definitely democracy. Then United States federal republican അല്ല, ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് വരുന്നത്, ജോ ബൈഡൻ. Then United Arab Emirates, as we already said that emirate type of government they will be following. And North Korea, it is dictatorship means a person only having the power. And then United Kingdom, it is constitutional monarchy, so constitutional monarchy ആണ് അവിടെ ഭരിക്കുന്നത്. Okay, so this is the match the following. So these are the governments and match the following is also like this. എല്ലാവരും കറക്റ്റ് ചെയ്ത് എഴുതണം കേട്ടോ. Then we will discuss a small portion of our next chapter, that is lesson 27. It is about UN quiz. Last year also we have studied so many things about the UN, right? So here we will discuss what is UN and then we will find out. Then the leftover portion we will go to the next class. So UN quiz. First of all we will settle about what is a UN, United Nation. In 1945 the nation were in ruins, like World War II was over and the world wanted peace. 51 countries gathered and sat in San Francisco. 1945 സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് മൊത്തത്തിൽ നശിച്ചു എന്ന് പറയുന്ന അവസ്ഥയിലായിരിക്കുകയായിരുന്നു ലോകം. അപ്പോൾ എന്താണ്, ലോകരാഷ്ട്രങ്ങളെല്ലാവരും പറഞ്ഞു സമാധാനം വേണം. സോ 51 countries they gathered at San Francisco, അത് US-ലാണ് സാൻ ഫ്രാൻസിസ്കോ, that year to sign a document. അന്ന് അവർ ഒരു ഡോക്യുമെൻറ്റ് സൈൻ ചെയ്തു. The document was a charter creating a new organization, the United Nations. ഒരു ചാർട്ടർ ഒപ്പിടുകയായിരുന്നു, എന്താണ്, ഒരു പുതിയ ഓർഗനൈസേഷനെ കൊണ്ടുവന്നു. And that organization was known as United Nations. The name United Nations was coined by, അത് കൊണ്ടുവന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് ആ പേര് കൊണ്ടുവന്നത്. The main role of the United Nations is to maintain international peace and security. ഇതിനു വേണ്ടിയിട്ടായിരുന്നു അല്ലേ, മൊത്തം നശിച്ച് ആൾക്കാരുടെ ജീവനെല്ലാം നഷ്ടപ്പെട്ട് വളരെ ഒരുപാട് പേര് പരിക്കുകളേറ്റ് വളരെ പട്ടിണിയും ഇതുമൊക്കെ ആയിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ലോകത്തിന് എന്ത് വേണം, പീസ്, സമാധാനം വേണം. അപ്പോൾ പീസ് ആൻഡ് ഓൾസോ സെക്യൂരിറ്റി അല്ലേ, എല്ലാവർക്കും സെക്യൂരിറ്റി, ഇതിനു വേണ്ടിയിട്ടാണ് ഈ സംഘടന ഉണ്ടായത്. It promotes developments and gives humanitarian assistance to those in need. അപ്പോൾ
അത് ഡെവലപ്മെൻറ്റ് പുതിയ രാജ്യങ്ങൾക്കുള്ള ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് മനുഷ്യത്വപരമായിട്ടുള്ള എല്ലാ സഹായങ്ങളും എല്ലാവർക്കും ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യുണൈറ്റഡ് നേഷൻസ് ഫോം ചെയ്യുന്നത്. ഇറ്റ് അപ്ഹോൾഡ്സ് ഇൻ്റർനാഷണൽ ലോ, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഒരു നിയമമുണ്ട്, അത് മുന്നോട്ട് കൊണ്ടുവരിക. പ്രൊട്ടക്ട്സ് ഹ്യൂമൻ റൈറ്റ്സ് അല്ലെ, മനുഷ്യൻ്റെ അവകാശങ്ങളെ അംഗീകരിക്കുക, അതിനെ സംരക്ഷിക്കുക. ആൻഡ് പ്രൊമോട്ട്സ് ഡെമോക്രസി, അതുപോലെ തന്നെ ഡെമോക്രസി, അതായത് ഗവൺമെൻറ് ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ ഫ്രം ദ പീപ്പിൾ, അങ്ങനെ ഒരു ഗവൺമെൻറ് വേണം എന്നുള്ളതും ഈ UN-ൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജസ് ആണ്. അപ്പോൾ ഇതാണ് UN. 1945 വേൾഡ് വാർ സമയത്തുണ്ടായ എല്ലാ കാര്യങ്ങളെയും പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന സംഘടന ഫോം ചെയ്തത്. ഇറ്റ് വാസ് ഗിവൺ ദ നെയിം ബൈ Roosevelt, and also it is the main aim of this government was to organization was to maintain peace and security for the whole world. അതിന് വേണ്ടിയിട്ടായിരുന്നു കൊണ്ടുവരുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് അപ്ഹോൾഡ്സ് അതിന് കൂടുതൽ മുൻതൂക്കം നൽകിയിരുന്നത് ഇന്റർനാഷണൽ ലോ ആൻഡ് ഓൾസോ പ്രൊട്ടക്ട്സ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് പ്രൊമോട്ട് ഡെമോക്രസി. സോ ദിസ് ഈസ് അബൌട്ട് UN. And what you have to do, you have to study about each and every government given in this section, and also you have to study the match the following, then move to this UN and study the paragraph given as UN. അപ്പോൾ നമ്മുടെ എക്സാമിന് UN-നെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ you have to write this much. 3 മാർക്സിനും 2 മാർക്സിനൊക്കെ ആണെങ്കിൽ 2 മാർക്സിന് എഴുതണം. 3 മാർക്സ് ആകുമ്പോൾ ഒരുപാട് വലുതായി. 5 മാർക്സിനൊക്കെ ആണെങ്കിൽ ഇത് ഫുള്ളൊക്കെ എഴുതി വെക്കേണ്ടി വരും. അതിൽ 5 മാർക്സിന് ചോദിക്കില്ല കേട്ടോ. ഓക്കെ, so this is what about these 2 chapters, chapter 26 and chapter 27. The leftover portion of chapter 27, lesson 27 we will take in the next class. Okay, thank you. Be good children and do good things. Thank you very much.